ഓക്കെ, അടുത്ത 5th ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഡെൽറ്റ ജിയുടെ വാല്യൂ? ഡെൽറ്റ ജിയുടെ വാല്യൂ, ഡെൽറ്റ ജിയും ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റായിട്ടുള്ള റിലേഷൻ എഴുതുക. -2.303 RT log K. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് അറിയാൻ ഡെൽറ്റ ജി എന്താണെന്ന്, അതായത് ഗിബ്സ് എനർജി ചേഞ്ച് എന്താണ്. ഓക്കെ, -2.303 RT log K. ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ആറിൻ്റെ വാല്യൂ 8.314 തന്നിട്ടില്ലെങ്കിൽ കാണാണ്ട് പഠിച്ചോളണം. 8.314 എഴുതുക. ടി ടെമ്പറേച്ചറാണ്, അത് 300 കെൽവിനാണ്. ഇനി ഡിഗ്രി സെൽഷ്യസിലാണ് തന്നേക്കണമെങ്കിൽ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യുക. പിന്നെ ലോഗ് കെ, പിന്നെ ലോഗ് നേരെ 5 ഇട്ട് കൊടുത്തേക്കുക. കാൽക്കുലേറ്ററിൽ ചെയ്യുക, ഡയറക്റ്റായിട്ട് ഉത്തരം കിട്ടും. ഓക്കെ, ഡെൽറ്റ ജി ഒരു എനർജി ആയതുകൊണ്ടാണ് നമുക്ക് ഈ ജൂൾ പെർ മോൾ എന്നുള്ള പറയുന്നത് കേട്ടോ. ഒരു എനർജിയാണ്, ഗിബ്സ് എനർജിയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടെമ്പറേച്ചർ എബവ് വിച്ച് ദ റിയാക്ഷൻ ബിക്കം സ്പോണ്ടേനിയസ്. ഇത് എപ്പോഴാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെന്ന്? സ്പോണ്ടേനിയസ് ആവുന്ന റിയാക്ഷൻ എപ്പോഴാണ് സ്പോണ്ടേനിയസ് ആവണം? സ്പോണ്ടേനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നടക്കുന്ന റിയാക്ഷനാണ്. എപ്പോഴാണ് റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണേ? ഡെൽറ്റ ജി നെഗറ്റീവ് ആകുമ്പോഴാണ്, അഥവാ <0 വരുമ്പോഴാണ്. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അതായത് ഈ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ ഈ സംഭവം <0 ആവണം. ഡെൽറ്റ ജി 0 ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് <0 ആവണം. ഡെൽറ്റ എച്ച് എന്താണ്? 490 കിലോ ജൂളാണ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 490 കിലോ ജൂൾ ആയിരിക്കും. ആ ക്വസ്റ്റ്യൻ തരുന്ന മിക്കവാറും കിലോയിലായിരിക്കും. നമ്മൾ അതിനെ നോർമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു 1000 ചെയ്യുക. 490 ഇൻറ്റു 1000 490,000 ആയിരിക്കും. ശ്രദ്ധിച്ചോളണം, ഡെൽറ്റ എച്ച് എന്നത് കിലോ ജൂളിലായിരിക്കും നമ്മൾ തെറ്റിക്കാനായിട്ട്. മൈനസ് ടെമ്പറേച്ചർ, അതിൻ്റെ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചർ നമുക്ക് അറിയില്ലല്ലോ, ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടി നിടാം. ഡെൽറ്റ എസ് 198 ആണ്. ഓക്കെ, 198 <0 എന്ന് കിട്ടും. ഈ ഇതെടുത്ത് അപ്പുറത്തേക്ക് ഇടാം. അപ്പുറത്തേക്ക് ഇടുമ്പോഴത്തേക്കും 490040 0 പ്ലസ് ടി ഇൻറ്റു 198 നമുക്ക് 198 ടി നിടാം. ഈ മൈനസ് ടി ഇൻറ്റു 198 അപ്പുറത്തേക്കും പ്ലസ് ടി ഇൻറ്റു 198 ആവും. അല്ലെങ്കിൽ 4900 198 ഇൻറ്റു ടി. ഓക്കെ, അപ്പോൾ ഈ ടീനെ ഇവിടെ നിർത്തി 198 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 4900 ഡിവൈഡ് ബൈ 198 ടി എന്ന് വരും. ഓക്കെ, ഇത് ചെയ്ത് ഡയറക്റ്റ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ടിയുടെ വാല്യൂ കിട്ടും. എത്ര ഇതിന് മേളിൽ വരുമ്പോഴാണ് സ്പോണ്ടേനിയസ് ആവേണ്ടത്, ഇത്രേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോം ചെയ്യാനായിട്ട് എന്തോരം എൻതാൽപ്പി ചേഞ്ച് വേണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അതായത് ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. ചോദിച്ചേക്കുന്നത് CH3OH ഫോം ചെയ്യാനല്ലേ. CH3OHൻ്റെ അകത്ത് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. ഒരു കാർബൺ ഉണ്ട്. ഓക്കെ, 4 ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു ഓക്സിജൻ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഓക്കെ, ഒരു കാർബൺ, 4 ഹൈഡ്രജൻ, പിന്നെ ഒരു ഓക്സിജൻ. അപ്പോൾ CH3OH ഉണ്ടാക്കാൻ ഇപ്പോൾ ഇത് മൂന്നോടെ ചേർന്നിട്ടായിരിക്കും CH3OH ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു കാർബൺ, 4 ഹൈഡ്രജൻ, ഒരു ഓക്സിജനും ചേർന്ന് എന്തുണ്ടായി? CH3OH ഉണ്ടായി. ആണല്ലോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആൾക്കാരൊക്കെ എവിടെയാണ് നോക്കുക. ഓക്കെ, ഒരു കാർബൺ ഇത് ഇവിടെ ഉണ്ട് അല്ലേ. ഡയറക്റ്റായിട്ട് ഒരു കാർബൺ അല്ലേ, ഒരു മാറ്റവും വരുത്താനില്ല. ലെഫ്റ്റ് സൈഡിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഇത് ഓക്കെയാണ്, ആ ഇക്വേഷൻ ഓക്കെയാണ്, ഒരു മാറ്റവും വരുത്താനില്ല. അപ്പോൾ നമുക്ക് നേരെ എഴുതാം. C+O2 ഗീവ്സ് CO2. അതിൻ്റെ ഡെൽറ്റ എച്ച് -393 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. ഒരു പ്രശ്നവുമില്ല ആ റിയാക്ഷന്. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷൻ. നമുക്ക് അടുത്ത് വേണ്ട 4H ആണ്. ഓക്കെ, നമ്മുടെ റിയാക്ഷൻ നോക്കിയപ്പോഴത്തേക്കും എച്ച് വരണത് ഈ റിയാക്ഷനിലാണ്. ഓക്കെ, പക്ഷെ അവിടെ 2H ഉള്ളൂ. അതിനെ 4H ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ സംഭവത്തിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിനെ 4H ആക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2H അല്ലേ ഉള്ളൂ, 2 കൊണ്ട് മൾട്ടിപ്ലൈ നമുക്ക് 4H ആക്കാം. അപ്പോൾ റിയാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, 2H2 എന്ന് വരും. പിന്നെ 2 ഇൻറ്റു ഹാഫ് O2, 2 ഹാഫിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും, ഒരു O2. ഓക്കെ, ഗീവ്സ്. പിന്നെ അടുത്തത് H2O. ഓക്കെ, H2. അപ്പോൾ 2H2O വരും, 2H2O. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡെൽറ്റ FH അല്ലേ ഈ സംഭവം,
ഇതും ഡബിൾ ആവും. ഓക്കെ, അത് ഡബിളായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ ഡെൽറ്റ എഫ് എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് എച്ചോ ഡെൽറ്റ ആർ എച്ചോ എല്ലാം 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും -286 അല്ല, -572 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. അപ്പോൾ അതും കിട്ടി. ഇനി അടുത്തത്, അപ്പോൾ കാർബൺ കഴിഞ്ഞു, ഹൈഡ്രജൻ കഴിഞ്ഞു, ഇനി വേണ്ടത് ഓക്സിജനാണ്. ഓക്കെ, ഇനി വേണ്ടത് ഓക്സിജനാണ്. ഓക്സിജൻ നോക്കിയപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഓക്സിജൻ ആണെങ്കിൽ എല്ലായിടത്തും കാണുന്നുണ്ട്. ഓക്കെ, ഓക്സിജൻ നമുക്ക് എല്ലായിടത്തും കാണാം. അപ്പോൾ ഓക്സിജനെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഓക്സിജനെ ബാലൻസ് ചെയ്യില്ല, പകരം നമ്മൾ ഈ CH3OH ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, CH3OH ഒരു തവണയല്ലേ വരുന്നുള്ളൂ, അതിനെ ബാലൻസ് ചെയ്യാൻ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ CH3OH റൈറ്റ് സൈഡിലാണ്. ഓക്കെ, പ്രൊഡക്റ്റ് സൈഡിലും, ഇവിടെ CH3OH ലെഫ്റ്റ് സൈഡിലുമാണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ തിരിക്കണം. അപ്പോൾ അത് പ്രൊഡക്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വരും? CO2 + 2H2O gives CH3OH + 3/2O2. ഓക്കെ, ഇനി ഇതിൻ്റെ ഡെൽറ്റ എച്ച് എന്തായിരിക്കും? നമ്മൾ മൊത്തം തിരിച്ചില്ല, അപ്പോൾ സൈനും ചേഞ്ച് ചെയ്യണം. അപ്പോൾ 726 കിലോ ജൂൾ പെർ മോൾ എന്നായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഓക്സിജൻ ഒഴുകി, ഓക്സിജൻ എല്ലായിടത്തും വന്നുകൊണ്ട് അത് ഒഴുകി ബാക്കി എല്ലാത്തിനും ബാലൻസ് ആക്കി. ഓക്കെ, CH3OH ലെഫ്റ്റ് സൈഡിലേക്ക് കിടന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് എടുത്തിട്ടു, സൈനും ചേഞ്ച് ചെയ്തു. ഇനി ഒന്നും ചെയ്യാനില്ല, നേരെ ഇതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം ശരിയായിരിക്കും, ഉത്തരം സെറ്റായിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാർബൺ ഉണ്ട്, 2 H2 ഉണ്ട്, പിന്നെ നമുക്ക് വേണ്ട ഓക്സിജൻ അല്ലേ. ഇപ്പോൾ ഇത് ½ O2 ആയിരിക്കും ചെയ്ത് വരുമ്പോഴത്തേക്കും, ½ O2 ഒരു O2ൻ്റെ പകുതി, O2ൻ്റെ പകുതിയല്ലേ ഒരു ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതൊക്കെ ലോജിക്ക് എടുക്കാം. പിന്നെ CH3OH വരും ഇപ്പുറത്ത്. ഏറ്റവും അവസാനം നമുക്ക് വേണ്ട ശരിക്കും ഡെൽറ്റ RH ആയിരുന്നു. അതിനിതേ ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിയാൽ മതി. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്തില്ല, അതേപോലെ ഈ സംഭവങ്ങളെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡെൽറ്റ RH കിട്ടും. ചുമ്മാ അങ്ങ് ആഡ് ചെയ്യുക. -393. ഫൈനൽ ആൻസർ ഞാൻ എഴുതണില്ല, പകരം നിങ്ങളത് ചെയ്യുക. -393 + -572 + 726. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഇക്വേഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈൻ. ഈത്തൈൻ്റെ കാര്യം ചോദിച്ചാണ്. ഈത്തൈൻ എന്ന് വെച്ചാൽ എന്താണ്? CH4 ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കേണ്ടത് CH4 ആണ്. CH4 ഉണ്ടാക്കാനായിട്ട് ഒരു കാർബണും എത്ര ഹൈഡ്രജൻ വേണം? 4 ഹൈഡ്രജനും വേണം. 4 ഹൈഡ്രജൻ എന്ന് വെച്ചാൽ 2 H2 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്തോ ആവട്ടെ, 4 ഹൈഡ്രജൻ കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് കാർബൺ ആണല്ലോ. മേളിൽ നോക്കിയപ്പോഴത്തേക്കും ഒരു കാർബൺ കറക്റ്റായിട്ട് കിടപ്പുണ്ട് അല്ലേ? ഒരു കാർബൺ നമുക്ക് കറക്റ്റായിട്ട് കിടപ്പുണ്ട്. സോറി, CH4 അല്ല കേട്ടോ, C2H6 ആണ്. C2H6 ആണ്. CH4 മീഥൈൻ അല്ല. അപ്പോൾ C2H6 ആണ് വേണ്ടത്. അപ്പോൾ ഒരു കാർബണും അല്ല, 2 കാർബൺ വേണം. 2 കാർബണും 6 ഹൈഡ്രജനും. ഓക്കെ, 2 കാർബണും 6 ഹൈഡ്രജനും. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട് നമ്മുടെ റിയാക്ഷൻസിൽ. ഇവിടെ നോക്കിയേ, ഒരു കാർബണേ ഉള്ളൂ, വേറെ എവിടെയും കാർബൺ കാണാനൊന്നുമില്ല. ഓക്കെ, കാർബണായിട്ട് ഒറ്റൊരെണ്ണം കാണുന്നുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? ഇതിന് 2 കാർബൺ ആക്കണം. 2 കാർബൺ ആക്കി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2C + 2O2 എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ, കാരണം 2 കാർബൺ ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടത് 2 കാർബണാണ്. ഇവിടെ ഒരു കാർബണേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ശരിയാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ 2CO2. ഇനി ഡെൽറ്റ RHനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് ഇപ്പോഴത്തേക്ക് ഇത്തിരി നീക്കി എഴുതാം. ഡെൽറ്റ RH = 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 393 അല്ലേ? ഓക്കെ, 787 വരും. ഓക്കെ, 787 കിലോ ജൂൾ വരും. മൈനസ് ഉണ്ട്, ഫ്രണ്ടിൽ മൈനസ് ഉണ്ട്. ഇനി രണ്ടാമത്തത് 6 ഹൈഡ്രജൻ വേണം. ഓക്കെ, 6 ഹൈഡ്രജൻ വേണം. നമുക്കിവിടെ എത്ര ഹൈഡ്രജൻ തന്നിട്ടുണ്ട്? 2 ഹൈഡ്രജൻ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ 6 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2നെ 6 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 3H2 + 3 × ½ O2. 3 × ½ നമ്മൾ 3/2O2 എന്ന് വരും. 3/2O2. ഓക്കെ, ഗിവ്സ് 3 H2 ഉണ്ട്. എല്ലാത്തിനും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ പുതിയ ഡെൽറ്റ RH എന്തുമായിരിക്കും? ഈ -285.8നെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 855 സംതിങ്. ഓക്കെ, 857.4 എന്ന് കിട്ടും. ഓക്കെ, 857.4 എന്ന് കിട്ടും.
0.4 കിലോ ജൂൾ എന്ന് കിട്ടും. നെഗറ്റീവ് ഉണ്ടോ? നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ നെഗറ്റീവിന് ഇട്ടേക്കാം. ഇനി വേണ്ടത് CO2 ആണ്. ഓക്കെ, CO2 ആണ് വേണ്ടത്. CO2 നമുക്ക് അല്ല, C2H6 ആണല്ലോ, സോറി, C2H6 ആണ് വേണ്ടത്. ഒരു C2H6 മതി. ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ മൂന്നാമത്തെ റിയാക്ഷനിൽ ഒരു C2H6 കിടപ്പുണ്ട്. അത് പക്ഷേ ലെഫ്റ്റ് സൈഡിൽ അടക്കം നമുക്ക് എന്ത് ചെയ്യണം, തിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരൊറ്റ കാര്യം ചെയ്താൽ തിരിച്ചിട്ടാൽ മതി. ഇപ്പോൾ 2CO2 + 3H2O gives C2H6 + 7/2O2. ഇപ്പോൾ തിരിച്ചുകൊണ്ട് തന്നെ ΔRHൻ്റെ വാല്യൂ തിരിഞ്ഞു വരും. ΔRH = -1560 ആയിരുന്നു, നമ്മൾ +1560 ആക്കും കിലോ ജൂൾ. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതും കൂടെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചുമ്മാ അങ്ങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ചോദ്യം ΔRH ആയിരുന്നു. അപ്പോൾ ΔRH കിട്ടാനായിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. -787 ഈ -857 1560 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ ഉത്തരമായി. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇതാണ് ഈഥേൻ ഉണ്ടാക്കാനുള്ള ഫോർമുല. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത്തിരി വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ഐസോതേർമൽ ആൻഡ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ ഫ്രീ എക്സ്പാൻഷൻ ആണെങ്കിൽ, ഫ്രീ ആയിട്ടുള്ള എക്സ്പാൻഷനാണ്, ഓക്കെ, തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ പ്രഷർ 0 എന്തായാലും ആയിരിക്കും. ഓക്കെ, അവിടുത്തെ ഹീറ്റ് 0 ആയിരിക്കും. ആരും വർക്കൊന്നും ചെയ്യണില്ല, തന്നെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. പിന്നെ ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ടെമ്പറേച്ചർ മാറത്തില്ല. ടെമ്പറേച്ചർ മാറാത്തൊരു സാധനത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറത്തില്ല. ഓക്കെ, സോ ΔU 0 ആണ് വരേണ്ടത്. പക്ഷേ ഇവർ പറഞ്ഞത് ΔU ≠ 0 എന്നാണ്. അതാണ് തെറ്റ്. ചോദ്യം ഏതാണ് തെറ്റെന്നാണ്. അപ്പോൾ തെറ്റ് ΔU = 0 ആയിരിക്കും. പിന്നെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവമാണ്, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ള ഒരു റിയാക്ഷൻ്റെ വർക്ക് ഡൺ ഇക്വേഷൻ -P∆V ആയിരിക്കും. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളൊരു റിയാക്ഷൻ്റെ കണ്ടുപിടിച്ചോളാം. കോൺസ്റ്റൻറ്റ് പ്രഷറിലുള്ളൊരു റിയാക്ഷൻ്റെ വർക്ക് ഡൺ = -P∆V ആയിരിക്കും. ഓരോ റിയാക്ഷൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുണ്ട്. കോൺസ്റ്റൻറ്റ് പ്രഷറിൻ്റെ -P∆V ആയിരിക്കും. പിന്നെ പ്രിൻറ്റിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് നോക്കണം. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? -P × V2 - V1 എന്ന് കിട്ടും. 10 - 2 -8 ലിറ്റേഴ്സ് അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. ഡയറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. ΔV എന്ന് വെച്ചാൽ എന്താ? ഫൈനൽ വോളിയം - ഇനീഷ്യൽ വോളിയം. ഫൈനൽ വോളിയം 10 ലിറ്റർ, ഇനീഷ്യൽ വോളിയം 2 ലിറ്റർ. 10 - 2 ചെയ്തു. പ്രഷർ തന്നിട്ടുണ്ട് ഓൾറെഡി. സോ അത്രേ ഉള്ളൂ. ഇനി പിന്നെ അടുത്തത് ഡയറക്റ്റ് എഗെയിൻ സെയിം ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് ദ എൻതാൽപ്പി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുമ്പോൾ ΔH ആണ്. 490 വായിച്ച് നോക്കണേ, 490 കിലോ ജൂൾ പെർ മോൾ ഉണ്ടല്ലോ, കിലോ ജൂൾ പെർ മോളാണ്. ക്വസ്റ്റ്യൻ തന്നേക്കുന്നതിനെ തെറ്റിക്കാനായിട്ടാണ്. അപ്പോൾ 490 × 1000 ജൂൾ പെർ മോളിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, പിന്നെ അടുത്തത് എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. ΔS തന്നിട്ടുണ്ട് 198 ജൂൾ പെർ കെൽവിൻ പെർ മോൾ. അതൊക്കെ ഓക്കെയാണ്. പിന്നെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 കെൽവിൻ. നമ്മൾ എന്ത് ചെയ്യുക? ΔG = ΔH - T ΔS ചെയ്ത് നോക്കും. ഓക്കെ, ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഉത്തരം പോസിറ്റീവായിട്ട് കിട്ടുക. ΔG പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് അല്ല. ഓക്കെ, ഇത് ഡയറക്റ്റായിട്ട് പറയുകയാണ്. ΔG പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ് അല്ല. ΔG 0 ആണെങ്കിൽ ഇക്വിലിബ്രിയം ആയിരിക്കും. ΔG നെഗറ്റീവ് ആണെങ്കിലാണ് സ്പോണ്ടേനിയസ്. ഇത് പോസിറ്റീവ് ഉത്തരമാണ് കേട്ടോ. പിന്നെ വേറൊരെണ്ണം, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഓക്കെ, ഇവരുടെയൊക്കെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. CH4 തന്നിട്ടുണ്ട്. CH4 -74.81 ആണ്. ഓക്കെ, CH4 ΔFH. ഓക്കെ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ CH4 -74.81 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. പിന്നെ അടുത്തത് CO2 എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ CO2 -393.5 ആയിരിക്കും. കിലോ ജൂളാണ് തന്നേക്കുന്നത്. എല്ലാം കിലോ ജൂളാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ H2 വന്നിട്ട് 285.8 ആയിരിക്കും. ഇനി ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മുടെ ഈ റിയാക്ഷനിൽ O2 തന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ O2 ഫോർമേഷൻ്റെ ഒരു എൻതാൽപ്പിയുടെ ആവശ്യമില്ല. O2 ഒരു എലമെൻറ്റ് മാത്രമല്ല, അവിടെ ഒന്നും മിക്സ് ചെയ്തിട്ടല്ലല്ലോ O2 ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു ഫോർമേഷൻ എൻതാൽപ്പിയുടെ ആവശ്യം പറയണില്ല. അതിൻ്റെ ഉത്തരം 0 ആയിരിക്കും.
അപ്പോൾ ഡെൽറ്റ എഫ് എച്ച് ഓഫ് O2 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്ത് ഒന്ന് എഴുതി വെച്ചാണ് ഡെൽറ്റ എഫ് എച്ച് ഓഫ് O2 ഇത് 0 ആയതുകൊണ്ടാണ് തരാത്തത്. കാരണം അതിന് ഫോർമേഷന് വേണ്ടിയിട്ടൊരു എൻതാൽപ്പിയുടെ ആവശ്യമില്ല, അത് ഓൾറെഡി അങ്ങനെയൊക്കെ തന്നെയാണ്, പുതിയതായിട്ടൊരു സാധനം ഫോം ചെയ്യുമല്ലോ. ഇനി ചോദിച്ചേക്കുന്ന സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദ റിയാക്ഷനാണ്. റിയാക്ഷൻ്റെ എൻതാൽപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പി മൈനസ് റിയാക്റ്റൻസിൻ്റെ എൻതാൽപ്പി. പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പിയുടെ സം മൈനസ് റിയാക്റ്റൻ്റെ എൻതാൽപ്പിയുടെ സം ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഡെൽറ്റ ആർ എച്ച് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റിൽ ആരൊക്കെയുണ്ട്? CO2 നമ്മുടെ 2H2. ഓക്കെ, ഇവരൊക്കെയാണ് പ്രൊഡക്റ്റ്. ഇത് രണ്ടുമാണ് പ്രൊഡക്റ്റ്, പിന്നെ ഇത് രണ്ടുമാണ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ എൻതാൽപ്പിയുടെ സമ്മ് മൈനസ് റിയാക്റ്റൻ്റെ എൻതാൽപ്പിയുടെ സം ആയിരിക്കും. മൈനസ് 393.5 പ്ലസ് 285.8 ഇതാണ് പ്രൊഡക്റ്റിൻ്റെ സമ്മ്. മൈനസ് റിയാക്റ്റൻ്റെ സമ്മോ മൈനസ് 74 പ്ലസ് 0 ആയിരിക്കും. ഇത് ചെയ്താൽ മതി, ഡയറക്റ്റായിട്ട് ചെയ്യാൻ ഉത്തരം പിടിക്കാൻ. അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഇത്തിരി ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദി ഫോർമേഷൻ എൻതാൽപ്പി വെൻ ഡയമണ്ട് ഈസ് ഫോംഡ് ഫ്രം ഗ്രാഫൈറ്റ്. ഡയമണ്ട് ഗ്രാഫൈറ്റിൽ നിന്ന് ഫോം ചെയ്യുകയാണ്, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഡയമണ്ട് എവിടെ നിന്നാണ് ഫോം ചെയ്യണം? ഗ്രാഫൈറ്റിൽ നിന്ന്. അപ്പോൾ കാർബൺ ഗ്രാഫൈറ്റ് എന്തായിട്ട് മാറുവാണ്? അത് കാർബൺ ഡയമണ്ടായിട്ട് മാറുവാണ്. ഓക്കെ, ഇത്ര പറഞ്ഞിട്ടുള്ളല്ലോ. കാർബൺ ഗ്രാഫൈറ്റ് കാർബൺ ഡയമണ്ടായിട്ട് മാറുവാണ്. ഇനി നമുക്കിപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് അറിയാവുന്നൊരു ടെക്നിക്ക് ഉണ്ടല്ലോ, ആ ഒരു ഓർഡറൊക്കെ ഫോളോ ചെയ്യാം. ഓക്കെ, കാർബൺ ഗ്രാഫൈറ്റ് ഒരു കാർബണല്ലേ ഉള്ളൂ. ഇവിടെ നോക്കിയപ്പോൾ കാർബൺ ഗ്രാഫൈറ്റ് ഒരെണ്ണമല്ലേ ഉള്ളൂ. പ്രശ്നമൊന്നുമില്ല, അത് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നേരെ എടുത്ത് എഴുതാം. കാർബൺ ഗ്രാഫൈറ്റിന് എത്ര ആയിരിക്കും? സി ഗ്രാഫൈറ്റ്, അത് നേരെ എടുത്ത് എഴുതാം കേട്ടോ. കാർബൺ ഗ്രാഫൈറ്റ് പ്ലസ് O2 ഗീവ്സ് CO2. അതിൻ്റെ ഡെൽറ്റ സി എച്ച് എന്ന് വെച്ചാൽ കമ്പഷൻ എൻതാൽപ്പി. ഓക്കെ, മൈനസ് 393.5 കിലോ ജൂൾ ആയിരിക്കും. കമ്പഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഓക്സിജനോട്ട് റിയാക്ട് ചെയ്യിക്കുക കേട്ടോ, അത്രയുള്ള. ഇനി അടുത്ത രണ്ടാമത്തെ റിയാക്ഷൻ എന്താണ്? കാർബൺ ഡയമണ്ടാണ്. പക്ഷേ നമ്മുടെ റിയാക്ഷനിൽ കാർബൺ ഡയമണ്ട് റൈറ്റ് സൈഡിലാണ്, ഇവിടെ കാർബൺ ഡയമണ്ട് ലെഫ്റ്റ് സൈഡിലാണ്. അത്രേ ഉള്ളൂ. ആ ഒരൊറ്റ വ്യത്യാസമുള്ള തിരിച്ചിട്ടാൽ മതി. തിരിച്ചിട്ടാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇവിടെ തിരിച്ചിടുമ്പോഴത്തേക്കും CO2 ഗീവ്സ് എന്തൊക്കെയാണ്? സി ഡയമണ്ട് പ്ലസ് O2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കമ്പഷൻ എൻതാൽപ്പി എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് കൊടുത്താണ്, നമ്മൾ പോസിറ്റീവ് ആക്കണം. 395 കിലോ ജൂൾ ആയിരിക്കും. ഓക്കെ, 395 കിലോ ജൂൾ ആയിരിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ ഇതെല്ലാം കൂടെ അങ്ങ് ആഡ് ചെയ്യാം. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡെൽറ്റ എഫ് എച്ച് ഈസ് ഈക്വൽ ടു 1.5 എന്ന് കിട്ടും. 1.5 കിലോ ജൂൾ കഴിഞ്ഞു. ഡൺ. ഇത്രേ ഉള്ളൂ. ചുമ്മാ തിരിച്ചിടുക, ആഡ് ചെയ്യുക. ഇതാണ് ഉത്തരം. ഓക്കെ.